ഞാനും എൻ്റെ കൂട്ടുകാരും ഒത്ത് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ എനിക്ക് ശാഖയാണെന്നറിയില്ല. കുറച്ച് ചെറുപ്പക്കാരിരുന്ന് വട്ടത്തിലിരിക്കുന്നു. പിന്നീട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് RSSൻ്റെ ശാഖയാണെന്ന് അറിയുന്നത്. അച്ഛനെ സംബന്ധിച്ചോളം അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു, CPMൻ്റെ പ്രവർത്തകനായിരുന്നു. CPMൻ്റെ ഉറച്ച കോട്ടയെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുക എന്നുള്ള അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? VSനെതിരെ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഒരു കാരണവശാലും എനിക്ക് യാതൊരു വിധമുള്ള പ്രാധാന്യവും തരില്ല. 14 ദിവസത്തോളം VSനെ മലമ്പുഴ മണ്ഡലത്തിൽ തളച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വിജയം തന്നെയായിരുന്നു. പാലക്കാട് നഗരത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം കുടിവെള്ളമായിരുന്നു. ഇന്ന് 24 മണിക്കൂറും കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്ന നഗരമാക്കി മാറ്റി. മലമ്പുഴ ഡാമിൽ വെള്ളമുണ്ടെങ്കിൽ പാലക്കാട് നഗരത്തിൽ കുടിവെള്ളം മുട്ടില്ല. മറ്റുള്ള യൂണിയനിലുള്ള ജീവനക്കാരാണെങ്കിൽ പോലും അവർ നഗരസഭാ ഭരണത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. 100% പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നതെന്ന് പാലക്കാട് നഗരസഭയിൽ. ഇത്രയും കാലം ജയിച്ച ജനപ്രതിനിധികൾ, അത് MLA-മാരായാലും MP-മാരായാലും പാലക്കാടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. നെൽകർഷകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ശരിക്കും ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചിട്ടുണ്ട്. കരുത്തന്മാരെ അവരുടെ മണ്ണിൽ ചെന്ന് തന്നെ നേരിടുന്ന നേതാവ്, പാലക്കാട് ഏറ്റവും സ്വീകാര്യനായ ജനകീയ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാൾ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും NDA പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ശ്രീ C. കൃഷ്ണകുമാറാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പം ഉള്ളത്. ശ്രീ C. കൃഷ്ണകുമാർ, ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ളൊരു മണ്ണാണ് പാലക്കാട്. അതുപോലെ തന്നെ CPMനും ഇടതുപക്ഷത്തിനുമൊക്കെ ആഭിമുഖ്യമുള്ള ഒരു കുടുംബമായിരുന്നു താങ്കളുടേത്. പക്ഷേ പിന്നെ എങ്ങനെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് താങ്കൾ എങ്ങനെ എത്തപ്പെട്ടു? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ചെറുപ്പം മുതൽ തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പതിവുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും ഒത്ത് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ എനിക്ക് ശാഖയാണെന്നറിയില്ല. അവിടെ വിക്ടോറിയ കോളേജിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ കുറച്ച് ചെറുപ്പക്കാരിരുന്ന് വട്ടത്തിലിരിക്കുന്നു. അവരെന്നെ അവരുടെ കൂട്ടത്തിലിരിക്കാൻ ക്ഷണിക്കുന്നു. ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നു. കളികൾ ഉണ്ടായിരുന്നു, കഥ പറയുന്നു. പിന്നീട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് RSSൻ്റെ ശാഖയാണെന്ന് അറിയുന്നത്. പക്ഷെ ആ 4-5 ദിവസം കൊണ്ട് തന്നെ ഞാനതിൽ ആ അന്തരീക്ഷമായിട്ട് ഞാൻ വളരെ അടുത്തുപോയി. പിന്നെ സ്വാഭാവികമായിട്ടും ആ സംഘത്തിൻ്റെ ബാക്കി ആശയവും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ മനസ്സിലാക്കി. അതുകൊണ്ട് സജീവമായിട്ട് ശാഖയിൽ പോലും പ്രവർത്തനത്തിൽ പോയി. വീട്ടിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ? അച്ഛനെ സംബന്ധിച്ചോളം അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു, CPMൻ്റെ പ്രവർത്തകനായിരുന്നു. അച്ഛനെ സംബന്ധിച്ചോളം മക്കൾ അവർക്ക് ഇഷ്ടമുള്ള ആശയം അല്ലെങ്കിൽ ആദർശം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അന്ന് ശാഖയിൽ പോകുന്നതിന് വിലക്കണം എന്നുള്ളത് അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അച്ഛൻ എന്താണോ എൻ്റെ ഇഷ്ടം അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ്. അതെ, അതാണ് അച്ഛൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. കോളേജ് പഠനകാലത്ത് പിന്നെ ശാഖയിൽ പോയി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ 8ാം ക്ലാസ്സോട് കൂടിയിട്ട് PMG ഹൈസ്കൂൾ, PMGയിൽ അന്ന് ABVPയുടെ യൂണിറ്റ് ഇല്ല. അന്ന് ABVPയുടെ യൂണിറ്റ് ആരംഭിച്ചു. 8, 9, 10 സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ ABVPയുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പിന്നെ വിക്ടോറിയ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് അവിടെ ABVPയുടെ യൂണിറ്റ് പ്രസിഡൻറ്റ്. അങ്ങനെ ABVPയിൽ സജീവമായിട്ട് 91 വരെ ABVPയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു. പാലക്കാട് അല്ലെങ്കിൽ കണ്ണൂർ, പാലക്കാട് തുടങ്ങിയ മേഖലകൾ ഈ സംഘർഷങ്ങളുടെ ഒരു മേഖലകളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ സംഘർഷങ്ങളൊക്കെ നേരിടേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പാലക്കാട് ടൗണിലായതുകൊണ്ട് ഒരു സംഘത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് പാലക്കാട് നഗരം. അപ്പോൾ അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്രമണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും പാലക്കാട് നഗരത്തിലില്ല. അതേസമയത്ത് പാലക്കാടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, കഞ്ചിക്കോട്, മലമ്പുഴ, ഇവിടെയെല്ലാം രൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ ആ കാലത്ത് നടന്നിരുന്നു. നിരവധി പ്രവർത്തകർക്ക് ബലിദാനികളാവേണ്ടി വന്നിട്ടുണ്ട്. മലമ്പുഴ മണ്ഡലത്തിൽ ഏകദേശം 11ഓളം ബലിദാനികളുണ്ട്. ആ സമയത്ത് അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ചുമതലയൊക്കെ വഹിക്കുന്ന സമയത്ത് അത്തരം കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു.
പിന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയ സമയത്തെല്ലാമാണ് പുതുശ്ശേരി മേഖലയിൽ നമ്മുടെ വിമലാദേവിയും രാധാകൃഷ്ണനും വധിക്കപ്പെടുന്നത്, ആറുച്ചാമി കൊട്ടേക്കാട് ആറുച്ചാമി വധിക്കപ്പെടുന്നത്, മലമ്പുഴയിലും രൂക്ഷമായിട്ടുള്ള സംഘർഷമെല്ലാം ഉണ്ടാകുന്നത്. ആ സമയത്ത് ആ പ്രവർത്തകരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൗൺസിലർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇലക്ഷൻ നിൽക്കാറ് പതിവ്. അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, മറ്റു ഓഫീസുകൾ, വലിയ നേതാക്കന്മാരുടെ വീടുകൾ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ വാർഡിലാണെന്ന് തോന്നുന്നു താങ്കൾ ആദ്യം മത്സരിച്ചത്. അവിടെ വിജയിക്കുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ? ഞാൻ സംഘത്തിൻ്റെ ശാഖാകാര്യവായിരിക്കുന്ന സമയത്താണ് 2000 ആദ്യം ശാഖാകാര്യവായിരുന്നു. അതേ സമയത്ത് തന്നെ യുവമോർച്ചയുടെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. ആ സമയത്താണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2000 എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് ആ വാർഡിൽ ഞാൻ മത്സരിച്ചാൽ ജയിക്കുന്നുള്ള വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് എന്നെ മത്സരിക്കാൻ പറയുന്നത്. അപ്പോൾ CPM-നെ സംബന്ധിച്ചോളം അവരുടെ ശിവദാസ മേനോൻ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ താമസിക്കുന്ന വാർഡ്, പാർട്ടിയുടെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് മന്ത്രിയാണ്, ശിവദാസ മേനോൻ അന്ന് മന്ത്രിയാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയം. അവരെ സംബന്ധിച്ചോളം ഞാനൊരു ചെറിയ പയ്യൻ, 28 വയസ്സാണ് എനിക്ക്. അന്ന് ഞാനാണ് ഏറ്റവും മുതിർന്ന ആൾ BJP-യുടെ നേതൃനിരയിൽ. അന്ന് ആ സ്ഥലത്ത് ഞാനാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം വളരെ തലമുതിർന്ന നേതാക്കൾ, എൻ്റെ അമ്മാവനടക്കമുള്ള ആളുകൾ അപ്പുറത്ത്. അപ്പോൾ അവർ ഈസി വാക്ക് ഓവറായിട്ടാണ് വിചാരിച്ചത്. പക്ഷേ ഒരു അട്ടിമറി വിജയം തന്നെ നമുക്കന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു അത്? ജനങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഒന്ന്, ഞാൻ സംഘപ്രവർത്തനത്തിൽ സംഘത്തിൻ്റെ ശാഖാകാര്യം എന്നുള്ള നിലയിൽ അവിടെ എല്ലാ വീടുകളിലും ഞാൻ സമ്പർക്കം ഉണ്ടായിരുന്നു. കാരണം കുട്ടികളെ ശാഖയിലേക്ക് വിളിക്കാൻ, അവരെ സായം ശാഖയിലും രാത്രി ശാഖയിലും പ്രഭാത ശാഖയിലൊക്കെ ഇവരെ വിളിക്കാനും അവരുടെ വീടുകളിൽ സമ്പർക്കം നടത്താനൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ആ പ്രദേശങ്ങളിൽ പോയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ആ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു പ്ലസ് പോയിൻ്റ് എനിക്കുണ്ടായിരുന്നു. അതിനെല്ലാം പുറമേ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിരുന്നു. അവിടെ വഴിയോര കച്ചവടക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. 70-80ഓളം കുടുംബങ്ങൾ വൈകുന്നേരങ്ങളിൽ പാലക്കാടത്തെ വഴിയോര കച്ചവടക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ സ്ഥിരമായിട്ട് അവരുടെ പോലീസിൻ്റെ ശല്യം അവർക്കുണ്ടായിരുന്നു, അവരുടെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ. അതിലെല്ലാം സ്ഥിരമായിട്ട് ഇടപെടാനും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്തരം നടപടികൾ നിർത്തിവെക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ആ പ്രദേശത്തെ ആളുകളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു, BJP-ക്ക് അനുകൂലമായിട്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഘടകമായിട്ട് മാറി. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അന്നും മലമ്പുഴയിൽ മത്സരിച്ചു, പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഒരു സാഹചര്യം? 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ജനങ്ങളുടെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് CPM-ൻ്റെ ഉറച്ച കോട്ടയെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുക എന്നുള്ള അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ പ്രവർത്തനത്തിൻ്റെ? ഞാൻ മലമ്പുഴയിൽ യാദൃശ്ചികമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ഞാൻ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്താണ് മലമ്പുഴയിൽ എന്നെ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുന്നത്. ഒരു 20-25 ദിവസത്തെ സമയമാണ്. ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ സമയം മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു, സ്ഥാനാർത്ഥി ഈ പ്രഖ്യാപനം BJP-യുടെ വന്ന്, പിന്നെ എനിക്കൊരു ക്യാമ്പയിൻ ഒരു 20-22 ദിവസമാണ്. VS അച്യുതാനന്ദനാണ് എതിർ സ്ഥാനാർത്ഥി. എന്നെ സംബന്ധിച്ചുള്ള VS അച്യുതാനന്ദനെതിരെ മത്സരിക്കുക. അന്ന് BJP-ക്ക് അവിടെ 2600 വോട്ടിൻ്റെ അടുത്തേ ഉള്ളൂ. 2011 തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അവിടെ ഏകദേശം 2600ഓളം വോട്ട് കിട്ടിയ സമയമാണ്. സംഘടനാപരമായിട്ട് BJP ശക്തമല്ല അവിടെ. നമുക്ക് കാര്യമായിട്ടൊരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത മണ്ഡലം എന്നുള്ളൊരു ചിന്തയായിരുന്നു. BJP-യെ സംബന്ധിച്ചുള്ള ഈ ഗ്രേഡ് മണ്ഡലമായിരുന്നു അത്. VS-നെതിരെ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഒരു കാരണവശാലും എനിക്ക് യാതൊരു വിധമുള്ള പ്രാധാന്യവും തരില്ല. പ്രത്യേകിച്ച് BJP-ക്ക് 2600 വോട്ട് മാത്രമുള്ള മണ്ഡലം. UDF-നാണ് അവർ വലിയ പ്രാധാന്യം കൊടുത്തിട്ട്. VS ജോയി ആയിരുന്നു UDF-ൻ്റെ കാൻഡിഡേറ്റ്. ഞാൻ അന്ന് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ, ഓരോ പഞ്ചായത്തിലുള്ള ജനകീയമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, പ്രാദേശികമായിട്ട് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പരിഹരിക്കപ്പെടാത്ത നിരവധി വിഷയങ്ങൾ അവിടുത്തെ ഓരോ പഞ്ചായത്തിലുണ്ടായിരുന്നു. EK നായനാരും ശിവദാസ മേനോനും അച്യുതാനന്ദനും എല്ലാം അവിടെ പ്രതിനിധീകരിച്ചുവെങ്കിലും അവിടുത്തെ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങൾ പഠിച്ച് അതിലൂന്നിയിട്ടായിരുന്നു എൻ്റെ പ്രചരണം. സംസ്ഥാന രാഷ്ട്രീയമോ ദേശീയ രാഷ്ട്രീയമോ ഒന്നും അവിടെ ചർച്ചാ വിഷയമാവാൻ ഞാൻ ഇടം കൊടുത്തില്ല. ശക്തമായിട്ടുള്ള പ്രചരണമായിരുന്നു. ഫ്ലക്സ് ബോർഡുകളിലായാലും ശരി, പ്രസംഗങ്ങളിലായാലും ശരി, കുടുംബയോഗങ്ങളിലായാലും എല്ലാം
ശക്തമായിട്ടുള്ള പ്രചരണം കൊടുത്തത് പ്രാദേശിക വിഷയങ്ങൾക്കാണ്. ഓരോ പഞ്ചായത്തിലുള്ള കുടിവെള്ളം കിട്ടാത്ത, മലമ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത, ആ, ആ, മലമ്പുഴയിലൊക്കെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്ന സമയമായിരുന്നു. വേനൽക്കാലമായിരുന്നു, ഏപ്രിൽ മെയ് മാസങ്ങളായിരുന്നു. അതായിരുന്നു അവിടെ മലമ്പുഴ പഞ്ചായത്തിൽ തോന്നിയത്. അകത്തേത്തറ പഞ്ചായത്തിൽ നടക്കാവ് മേൽപ്പാലത്തിൻ്റെ ആവശ്യങ്ങൾ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു. ഇന്നും റെയിൽവേ ഗേറ്റ് അടച്ച ആളുകൾ ആശുപത്രിയിൽ പോകുന്നവർക്ക് പോകാൻ പറ്റാതെ മരണം സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഓരോ പഞ്ചായത്തിലത്തെ വിഷയം, ഏറ്റവും ജനകീയമായിട്ടുള്ള വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനന്ന് പ്രചരണത്തിൽ അത് ഊന്നിയിട്ടായിരുന്നു എൻ്റെ പ്രചരണം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ജനങ്ങളുടെ ഇടയിലാക്കി, ജനങ്ങൾക്ക് ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എനിക്ക് CPM-ൻ്റെ പാർട്ടി സർക്കിളിൽ തന്നെ പറയുമായിരുന്നു, VS അച്യുതാനന്ദൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ VS ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇലക്ഷൻ അതായിരുന്നു ഒരു മണ്ഡലത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹം താരപ്രചാരകനായിട്ട് മലമ്പുഴയിൽ 1 or 2 തവണ വന്ന് പ്രസംഗിച്ചു പോകുക അതല്ലാതെ ഇത്രയും ദിവസം 14 ദിവസത്തോളം VS-നെ മലമ്പുഴ മണ്ഡലത്തിൽ തളച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വിജയം തന്നെയായിരുന്നു. പാലക്കാട് നഗരസഭ, അതായത് കേരളത്തിൽ തിരുവനന്തപുരവും പാലക്കാടുമാണ് BJPക്ക് ഏറ്റവും സാധ്യത കൂടുതലും ഭരിക്കുന്നതുമായ നഗരസഭകളുള്ളത്. തിരുവനന്തപുരത്ത് ഭരണത്തിനടുത്ത് വരെ എത്തി. ഈ പാലക്കാട് നഗരസഭയിൽ ഇങ്ങനെ BJPക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ എങ്ങനെയാണ് അതിനുള്ള പ്രവർത്തനം ഉണ്ടായത്? അത് എൻ്റെ ഒരു ലോങ് ടേം പ്ലാനായിരുന്നു. 2005 തൊട്ടിട്ട് പാലക്കാട് നഗരസഭാ ഭരണം പിടിക്കാം. കാരണം BJPക്ക് 88 മുതൽ 2000 വരെ BJPക്ക് പാലക്കാട് നഗരത്തിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മൂത്താന്തറ, വടക്കന്തറയ്ക്ക് അപ്പുറത്തേക്ക് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ 2000-ൽ ഞാൻ ജയിക്കുന്നു. 8 സീറ്റ് ആ തവണ കിട്ടി 2000-ൽ. അപ്പോൾ BJPക്ക് ജയിക്കാൻ കഴിയാവുന്ന സീറ്റുകൾ നിരവധി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ സീറ്റുകളിൽ അനുയോജ്യരായിട്ടുള്ള ആളുകളെ 1 or 2 വർഷം മുമ്പ് തന്നെ കണ്ടെത്തി അവരെ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് പ്രവർത്തനം ഞാൻ 2005-ൽ തന്നെ ആരംഭിച്ചിരുന്നു. അപ്പോൾ 2015-ൽ അന്ന് BJPക്ക് 15 സീറ്റ് കിട്ടി. 15 സീറ്റ് കിട്ടി. അന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നമ്മളന്ന് പ്രവർത്തിച്ചിരുന്നു. 2010-ൽ 15 സീറ്റ് കിട്ടിയിരുന്നു. ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നമ്മൾ ആക്ട് ചെയ്തിരുന്നു. അതിന് പുറമെ 2 വർഷം മുമ്പ് തന്നെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് BJPയുടെ മുഴുവൻ കൗൺസിലർമാരെ അണിനിരത്തിക്കൊണ്ട് UDF-ൻ്റെ ഭരണപരാജയങ്ങൾ, നഗരസഭയിലെ വീഴ്ചകൾ ഇതെല്ലാം സംബന്ധിച്ച് നേരിട്ടറിയാൻ ജനങ്ങളിലേക്ക് എന്നുള്ളൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു. ഓരോ വാർഡുകളിലും നമ്മൾ ജനകീയ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾ കൊടുത്ത പരാതികളിൽ പരിഹാരം ഉണ്ടാവാത്തത് സംബന്ധിച്ച്, ജനങ്ങൾക്ക് അവിടുന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാത്തതിനെ സംബന്ധിച്ച് എല്ലാം പരാതികൾ സ്വീകരിച്ച് BJP ഒരു ഹെൽപ്പ് ഡെസ്ക് 1 വർഷം മുമ്പ് നഗരസഭയിൽ BJPയുടെ കൗൺസിലർമാർ നഗരസഭയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് ബദലായിട്ട് BJP ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച് നഗരസഭാ ഓഫീസിൽ വരുന്ന ആളുകൾക്ക് BJP കൗൺസിലർമാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സംവിധാനം എല്ലാം വന്നപ്പോൾ പാലക്കാട് നഗരത്തിൽ അത് വലിയ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കി. ഒപ്പം BJPക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ജനകീയ അദാലത്ത് കഴിയുന്നതോടുകൂടി ആയിരക്കണക്കിന് പരാതികളാണ് നഗരസഭയിൽ കൊടുത്ത പരാതികളിൽ നടപടി സ്വീകരിക്കാത്ത സംബന്ധിച്ച് ആയിരക്കണക്കിന് പരാതികൾ നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ നമുക്ക് ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു. അത് അവരുടെ ഒരു 90% ആളുകളുടെയും പരാതികൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വലിയ ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. ഈ പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി സർക്കാർ ആ സമയത്ത് ഭരണത്തിലുമുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡബിൾ എൻജിൻ എന്ന് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്നത് പോലെ നഗരസഭയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത്? ഈ അമൃത് പദ്ധതി പാലക്കാട് നഗരം ആദ്യത്തെ ലിസ്റ്റിലില്ലായിരുന്നു. അന്ന് അർബൻ അഫയേഴ്സ് മിനിസ്റ്ററായിരുന്ന വെങ്കയ്യ നായിഡുവിനെ, ഇന്നത്തെ കേന്ദ്രമന്ത്രി, അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മുരളീധരൻ ജിയോടൊപ്പം കണ്ട് ഡൽഹിയിൽ പോയി കണ്ട് പാലക്കാട് നഗരത്തെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ആദ്യം 6 കോർപ്പറേഷനുകളും 2 മുനിസിപ്പാലിറ്റികളായിരുന്നു അമൃത് പദ്ധതിയുടെ ലിസ്റ്റിൽ. പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തി. പാലക്കാടിനെ ഉൾപ്പെടുത്തിയത് കൂടിയിട്ട് പാലക്കാടിന് 221 കോടി രൂപ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുകയാണ്. പാലക്കാട് നഗരത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം കുടിവെള്ളമായിരുന്നു. അപ്പോൾ പാലക്കാട് നഗരത്തിൽ 24 മണിക്കൂറും കുടിവെള്ളം കിട്ടുന്ന നഗരമാക്കി മാറ്റാനുള്ള ഒരു പ്രൊജക്റ്റ് വാട്ടർ അതോറിറ്റിയെ കൊണ്ടുണ്ടാക്കി. 2050 വരെയുള്ള ജനസംഖ്യ കണക്കാക്കി അതിനനുസരിച്ചുള്ള പ്രൊജക്റ്റ് പാലക്കാട് നഗരത്തിലെ പഴകി ദ്രവിച്ച് 1970-ലെ കുടിവെള്ള പദ്ധതിയാണ്. പൈപ്പ് ലൈനുകൾ പൊട്ടൽ സ്ഥിരമായിരുന്നു. അപ്പോൾ മുഴുവൻ 136 കിലോമീറ്റർ പുതുതായിട്ട് പൈപ്പ് ലൈനുകൾ ഇട്ട് പാലക്കാട് നഗരസഭയ്ക്കായിട്ട് പുതിയ ഫിൽട്ടർ പ്ലാന്റ് 45 ദശലക്ഷം ലിറ്ററിൻ്റെ പ്ലാന്റ് മലമ്പുഴയിൽ സ്ഥാപിച്ച്
പാലക്കാട് നഗരത്തിന് നിലവിൽ ഉള്ള 3 പ്രദേശങ്ങളിലെ വാട്ടർ ടാങ്കുകൾക്ക് പുറമെ പുതുതായിട്ട് 75 ദശലക്ഷം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ചെയ്ത് ഇന്ന് 24 മണിക്കൂറും കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്ന നഗരമാക്കി മാറ്റി. മലമ്പുഴ ഡാമിൽ വെള്ളമുണ്ടെങ്കിൽ പാലക്കാട് നഗരത്തിൽ കുടിവെള്ളം മുട്ടില്ല. അത്തരത്തിലൊരു പ്രദേശമാക്കിയിട്ട് പാലക്കാടിനെ മാറ്റാൻ കഴിയും. അതുപോലെ പാലക്കാട് നഗരത്തിൽ പാർക്കുകൾ 23 റെസിഡൻഷ്യൽ കോളനികളിൽ പാർക്കുകൾ സ്ഥാപിക്കാൻ കഴിയും. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പുതുതായിട്ട് നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ, നഗരസഭ ഓഫീസിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. പഴയ സർക്കാർ ഓഫീസ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി ക്യൂബിക്കിൾ സംവിധാനം കൊണ്ടുവന്നു, ടോക്കൺ സംവിധാനം കൊണ്ടുവന്നു, ജീവനക്കാരുടെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി. അങ്ങനെ ജീവനക്കാരെ മറ്റുള്ള യൂണിയനിലുള്ള ജീവനക്കാരാണെങ്കിൽ പോലും അവർ നഗരസഭാ ഭരണത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. മുഴുവൻ കൗൺസിലിനെയും ജീവനക്കാരെയും നഗരവാസികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റി. കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധനം 100% പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നതെന്ന് പാലക്കാട് നഗരസഭയാണ്. സർക്കാർ അന്ന് കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ പാലക്കാട് നഗരത്തിലെ മുഴുവൻ വ്യാപാരികളെയും റെസിഡൻഷ്യൽ അസോസിയേഷനെയൊക്കെ യോജിപ്പിച്ച് നിർത്തി പാലക്കാട് നഗരത്തിലെ സമ്പൂർണ്ണമായിട്ടുള്ള പ്ലാസ്റ്റിക് നിരോധനം 2017 തന്നെ കൊണ്ടുവന്നു. 2018 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വച്ഛ് സർവേഷനിൽ കേരളത്തിലെ ഏറ്റവും ശുചിത്വ നഗരം എന്നുള്ള പദവി നേടിയെടുക്കാൻ അന്ന് പാലക്കാടിന് കഴിയും. അതിനുശേഷം കേരളത്തിലെ ഒരു നഗരത്തിനും ആ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. നിലവിൽ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ വികസനമായിട്ട് എന്തൊക്കെയാണ്? വികസന സാധ്യത എത്താത്ത മേഖലകൾ എന്തൊക്കെയാണ് അത് നേരിടുന്ന വെല്ലുവിളികൾ? പാലക്കാട് ഒരു പിന്നോക്ക ജില്ല എന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏത് പ്രദേശത്ത് പോയാലും നമുക്കത് ആ പിന്നോക്കാവസ്ഥ നേരിട്ട് ബോധ്യപ്പെടും. ഇത്രയും കാലം ജയിച്ച ജനപ്രതിനിധികൾ, അത് MLA-മാരായാലും MP-മാരായാലും പാലക്കാടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. പാലക്കാട് ഓരോ ദിവസവും പുറകോട്ടാണ് പോകുന്നത്, മുന്നോട്ടല്ല. കഞ്ചിക്കോട് വ്യവസായ മേഖല ഒരു കാലത്ത് കേരളത്തിലെ 2ാമത്തെ വ്യവസായ നഗരമായിരുന്നു. ഇന്ന് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ഭൂരിഭാഗം കമ്പനികളും പൂട്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സ്ഥിതിയാണ്. ചെറിയ തോതിൽ ജോലി കൊടുക്കുന്ന ചെറിയ സ്ഥാപനങ്ങൾ മാത്രമേ ഇന്ന് കഞ്ചിക്കോട് വ്യവസായ മേഖലയുള്ളൂ. ഒരു കാലത്ത് 1000-ഉം 2000-ഉം പേര് ജോലി ചെയ്തിരുന്ന വലിയ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പൂട്ടപ്പെട്ടു. പുതിയ കമ്പനികൾ വരുന്നില്ല കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ. വ്യവസായ മേഖലയുടെ തകർച്ച ഒരു വലിയ പ്രശ്നമാണ് പാലക്കാടിനെ സംബന്ധിച്ചുള്ള. ആയിരക്കണക്കിന് കുടുംബങ്ങൾ വ്യവസായ മേഖലയ്ക്ക് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. 2, രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ് പാലക്കാട് ജില്ലയിൽ. അത് അട്ടപ്പാടി മുതൽ വാളയാർ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ്. വലിയ ഡാമുകളുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. അവർ ഡാമിനകത്ത് കുഴി കുത്തി വെള്ളം കുടിക്കുന്ന അവസ്ഥ ഇന്നുമുണ്ട്. അട്ടപ്പാടിയിൽ ഇന്നലെ ഞാൻ അട്ടപ്പാടിയിലായിരുന്നു. അട്ടപ്പാടിയിൽ അവിടെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. എല്ലാ ഊരുകളിലും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. ഏത് മണ്ഡലത്തിൽ പോയാലും കുടിവെള്ളം വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. അത് 2ാമത്തെ പാലക്കാടിനെ സംബന്ധിച്ചോളം രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഉണ്ട്. 3, വിദ്യാഭ്യാസപരമായിട്ട് പാലക്കാട് പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ്. SSLC റിസൾട്ട് വന്നാൽ 14ാം സ്ഥാനമാണ് പാലക്കാടിന്. പാലക്കാടത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനുള്ള ആധുനിക ലോകത്തിന് ഉതകുന്ന രീതിയിലുള്ള പുതിയ കോഴ്സുകൾ ഇന്ന് നിരവധി വന്നിട്ടുണ്ട്. ഇന്ന് മത്സരം നിറഞ്ഞ ഒരു ലോകമാണ്. അതിന് പറ്റുന്ന കോഴ്സുകൾ നിരവധി വന്നിട്ടുണ്ട്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചോളം അത്തരം ഒരു അവസരം പാലക്കാട്ടത്തെ ഒരു ക്യാമ്പസിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല. അവർക്കൊരു BSc നഴ്സിംഗ് ചെയ്യണമെങ്കിൽ പാലക്കാടിന് പുറമേ വേണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യണമെങ്കിൽ പാലക്കാടിന് പുറമേ പോകണം. നിങ്ങളൊന്ന് വാളയാറിൽ രാവിലെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു 500-600 ബസ്സാണ് പാലക്കാട് നിന്നുള്ള വിദ്യാർത്ഥികളെയും കൊണ്ട് കോയമ്പത്തൂരിലേക്കോ അല്ലെങ്കിൽ പൊള്ളാച്ചിയിലേക്കോ പോകുന്നത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ദിനം പ്രതി തമിഴ്നാട്ടിൽ പോയി പഠിച്ച് പാലക്കാട്ടിലേക്ക് വരുന്നു. പാലക്കാടിനും കേരളത്തിനും ലക്ഷക്കണക്കിന് രൂപയാണ് ഫീസിനത്തിൽ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഫീസിനത്തിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ പാലക്കാടിന് വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. 3, പഠിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജോലിക്ക് ഒരു സാധ്യതയില്ല. ഏറ്റവും അടുത്ത അവർ പോകേണ്ടത് എറണാകുളത്ത്, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, കോയമ്പത്തൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒക്കെയാണ്. പാലക്കാടത്തെ വീടുകളിൽ പോയാൽ, ഗ്രാമപ്രദേശങ്ങളിൽ എവിടുത്തെ വീടുകളിൽ പോയാലും വയസ്സായ അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ പാലക്കാട് ഒരു വയസ്സന്മാർ മാത്രമുള്ളൊരു സ്ഥലമായി മാറും. കാരണം ചെറുപ്പക്കാർ മുഴുവൻ പാലക്കാട് വിട്ട് പോവുകയാണ്. അവർക്ക് ഇവിടെ ജോലിക്ക് സാധ്യതയില്ല. നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ പാലക്കാട് വിട്ട് പോകേണ്ട സ്ഥിതിയിലാണ്.
ഇത് പാലക്കാടിനെ സംബന്ധിച്ചോളം വലിയ വെല്ലുവിളിയാണ്. കാർഷിക മേഖല, പാലക്കാട് നെൽകർഷകരുടെ നാടാണ്. കേരളത്തിൻ്റെ നെല്ലറയാണെന്നാണ് പറയുക. നെൽകർഷകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരോടുള്ള സമീപനം, സംസ്ഥാന സർക്കാരിൻ്റെ അവരോടുള്ള സമീപനം അവരെ ശരിക്കും ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ. അവരുടെ നെല്ല് അവർ കഷ്ടപ്പെട്ട് 120 ദിവസത്തോളം പാടത്ത് പണിയെടുത്ത് വെയിലും മഴയും ഏറ്റ് അവർ കൊയ്തെടുത്ത നെല്ല് സർക്കാർ സംഭരിച്ച് അവർക്ക് മാസങ്ങളോളം പൈസ കൊടുക്കുന്നില്ല. ഇപ്പോൾ ബാങ്ക് ലോണായിട്ടാണ്, PRS വായ്പയായിട്ടാണ് കൊടുക്കുന്നത്. അത് അവരെ കടക്കണിയിലാക്കുകയാണ്. PRS വായ്പയായിട്ട് അവർക്ക് ഇത് ലഭിക്കുന്നതോടുകൂടി സർക്കാർ കൃത്യമായിട്ട് ബാങ്കിലേക്ക് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ അവർ പിന്നീട് മക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ച് അതിന് ലോൺ എടുക്കാനോ എല്ലാം ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ഇത് അവരുടെ സിബിൽ റേറ്റിനെ ബാധിക്കുന്നു. അവർക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ വരുന്നു. അവർ ഓൾറെഡി ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള ആളായിട്ടാണ് ബാങ്കിൻ്റെ കണക്കിൽ വരുന്നത്. ഇത് നെൽകർഷകരെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധി. അവർ പലരും നെൽകൃഷി ഉപേക്ഷിച്ച് പോവുകയാണ്. കാരണം നെൽകൃഷി ലാഭകരമായിട്ട് നെൽകൃഷി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുപോകണം. 3, വന്യമൃഗശല്യം. എടത്തനാട്ടുകര മുതൽ വാളയാർ വരെ മലയോര മേഖലയാണ് പാലക്കാട്. മണ്ണാർക്കാട്, കോങ്ങാട്, പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ പാലക്കാടിലെ മലമ്പുഴ മണ്ഡലങ്ങൾ വനയോര മേഖല കൂടുതലുള്ള സ്ഥലമാണ്. ഇന്ന് വനയോര മേഖലയിലത്തെ ആളുകൾ വന്യമൃഗശല്യം കൊണ്ട് ആ പ്രദേശത്ത് കൃഷി ഉപേക്ഷിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ താമസം പോലും മാറ്റിപ്പോവുകയാണ്. നിലവിലുള്ള വീട് പൂട്ടിയിട്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കേണ്ട സ്ഥിതിയാണ്. കാരണം കാട്ടാനിയുടെ ശല്യം. നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു. 11ഓളം ആളുകളാണ് കാട്ടാനിയുടെ ആക്രമണത്തിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് കൊല ചെയ്യപ്പെട്ടുള്ളത്. ഇന്ന് പുലിയുടെ ശല്യമുണ്ട്, മറ്റെല്ലാ മൃഗങ്ങളുടെയും ശല്യം ഇന്ന് വനയോര മേഖലയുണ്ട്. അത് പാലക്കാട്ടിലെ മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ചോളം വലിയ ഭീഷണിയാണ്. ബഫർ സോൺ സംബന്ധിച്ച് മലയോര മേഖലയിലെ ആളുകൾ വലിയ ഭീഷണി നേരിടുകയാണ്. സംസ്ഥാന സർക്കാർ ആ കാര്യത്തിൽ വലിയ പരാജയമാണ്. സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അതിൽ ഇടപെടൽ നടത്തുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, സുപ്രീം കോടതിയിൽ അനുകൂലമായിട്ടുള്ള സത്യവാങ്മൂലം കൊടുത്തിരുന്നില്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ മലയോര മേഖലയിലെ ആളുകൾ വലിയ പ്രതിസന്ധിയിലാവുമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ 3 മാസം സമയം നീട്ടിക്കൊടുത്തിരുന്നു. സംസ്ഥാന സർക്കാർ ഇതുവരെ അത് സംബന്ധിച്ചുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ട് അത് പരിശോധിച്ചിട്ട് മറുപടി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു വിദഗ്ധ പഠനവും നടക്കില്ല, വിശദമായിട്ടുള്ള പഠനവും നടക്കില്ല. വീണ്ടും മലയോര മേഖലയിൽ ആളുകൾ പ്രതിസന്ധിയിലാവാൻ പോവുകയാണ്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചിട്ടുണ്ട്. വികസന സ്വപ്നങ്ങൾ എന്താണ് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണന, പാലക്കാട് ഒരു അസുഖം വന്നാൽ കോയമ്പത്തൂരിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ തൃശ്ശൂരിനെ ആശ്രയിക്കണം. ഒരു ജില്ലാ ആശുപത്രി സാധാരണക്കാരന് ജില്ലാ ആശുപത്രിക്ക് അപ്പുറത്തൊന്നുമില്ല. മെഡിക്കൽ കോളേജിൻ്റെ പണി തുടങ്ങിയിട്ട് 10 വർഷമായി, ഇനി അത് പൂർത്തീകരിച്ചിട്ടില്ല. പാലക്കാട്ടിലെ സർക്കാർ മേഖലയിൽ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. അത് കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകാനിരിക്കുന്ന എയിംസ്, അത് പാലക്കാട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പാലക്കാടിനുള്ള അഡ്വാൻറ്റേജ്, ഒരു പിന്നോക്ക ജില്ലയാണ്. അട്ടപ്പാടി പോലെയുള്ള ആദിവാസി മേഖലകളിൽ നവജാത ശിശുമരണം നടക്കുന്നു. അവർ അട്ടപ്പാടിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു രോഗിയെ എത്തിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ അവർക്ക് ചിലവാണ്. പാലക്കാട് ജില്ലയിലെ ഏതൊരാൾ ആശ്രയിക്കുന്ന കോയമ്പത്തൂരിനെയോ അല്ലെങ്കിൽ തൃശ്ശൂരിനെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയോ. ഇപ്പോൾ എയിംസ് പാലക്കാട് വന്നാൽ അത് സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്താണ്. തിരുവനന്തപുരംകാർക്കും കാസർഗോഡുകാർക്കും ഒരേപോലെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. അതിന് പുറമെ തമിഴ്നാടിൻ്റെ സമീപ ജില്ലകൾ, കോയമ്പത്തൂർ അല്ലെങ്കിൽ പൊള്ളാച്ചി, ഈ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കും എയിംസ് ഉപകാരപ്പെടും. അപ്പോൾ പാലക്കാട് എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു എൻ്റെ സ്വപ്നമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് കൊണ്ടുവരിക എന്നുള്ളത്. 2, കേന്ദ്ര സർക്കാരിൻ്റെ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി, അത് വാളയാർ വഴിക്ക് കടന്നു പോകുന്നു. വാളയാർ പുതുശ്ശേരി പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നു. നിലവിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയും പുതുശ്ശേരി പഞ്ചായത്തിലാണ്. അപ്പോൾ ആ വ്യവസായ ഇടനാഴി പ്രയോജനപ്പെടുത്തി ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം ബഹുരാഷ്ട്ര കമ്പനികൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുക, ഇവിടെ തന്നെ വിൽക്കുക എന്നുള്ളതിൽ. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ പാലക്കാടത്തെ തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണും. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതീവാക്കൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഒരു നല്ല IT പാർക്കില്ല പാലക്കാട്. ഇന്ന് ബാംഗ്ലൂർ
വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ വർക്ക് ചെയ്യുന്ന മലയാളികളൊക്കെ ഇപ്പോൾ സ്വന്തം വീടുകളിലേക്ക് വന്നിരിക്കുക. രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് ബാംഗ്ലൂരിലെ IT കമ്പനികൾ പലതും അവരുടെ ജീവനക്കാരോട് വർക്ക് ഹോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പാലക്കാടിനെ സംബന്ധിച്ചുള്ള കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ സമീപമുണ്ട്, കൊച്ചി എയർപോർട്ട് അടുത്തുണ്ട്, ദേശീയപാത കടന്നു പോകുന്ന സ്ഥലമാണ്, യഥേഷ്ടം സ്ഥലം നമുക്ക് ഉണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, അത് ഉപയോഗപ്രദമാക്കാൻ കഴിഞ്ഞാൽ പാലക്കാടിന് അത് വലിയ ഒരു ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ഒരു സെക്ടറാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നാണ്. നല്ലൊരു IT പാർക്ക് പാലക്കാട് വരണം. കാരണം ഓൾറെഡി 340 ഏക്കറോളം കോച്ച് ഫാക്ടറിക്കായിട്ട് ഏറ്റെടുത്ത സ്ഥലം കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്. അവിടെ ഒരു ലോജിസ്റ്റിക്സ് പാർക്കും അതുപോലെ തന്നെ IT പാർക്കും എല്ലാം വന്നാൽ പാലക്കാടിന് വലിയ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായിട്ട് അത് മാറും. അത് പാലക്കാട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ടൂറിസം പാലക്കാട് വലിയ സാധ്യതയുണ്ട്. ഒന്ന് സൈലൻറ്റ് വാലി. ഇതുവരെ അത് ഉപയോഗപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. സൈലൻറ്റ് വാലി പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം വേറെ ഇല്ല. അത് ഉപയോഗപ്പെടുത്തിയാൽ പാലക്കാടിന് വലിയ രീതിയിലുള്ള ടൂറിസം രംഗത്തൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. മലമ്പുഴ ഒരു കാലത്ത് കേരളത്തിൻ്റെ വൃന്ദാവൻ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്. വൃന്ദാവൻ ഗാർഡന് കിടപിടിക്കുന്ന രീതിയിലായിരുന്നു മലമ്പുഴ ഉദ്യാനം. ഇന്ന് മലമ്പുഴ പോയി കാണണം. മലമ്പുഴയിൽ ഉണങ്ങിയ മരങ്ങളല്ലാതെ മലമ്പുഴ ഉദ്യാനത്തിലൊന്നുമില്ല. മലമ്പുഴ ഉദ്യാനത്തെ നവീകരിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഉദ്യാനമായിട്ട് മലമ്പുഴയെ മാറ്റാൻ കഴിയും. അതോടൊപ്പം നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്ന് അറിയപ്പെടുക. മലയാളികൾക്ക് ഊട്ടിയിൽ പോവാതെ ഊട്ടിയിലെ എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഊട്ടിയുടെ പോലെയുള്ള സൗന്ദര്യമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി ഉപയോഗപ്പെടുത്തുന്നില്ല. ശരിക്കും ഒരു ടൂറിസം സർക്യൂട്ട് പാലക്കാട് ഉണ്ടാക്കാൻ കഴിയും. നെല്ലിയാമ്പതിയും സൈലൻറ്റ് വാലിയും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഉള്ള പദ്ധതികൾ തയ്യാറാക്കാൻ കഴിഞ്ഞാൽ പാലക്കാടിന് ടൂറിസം രംഗത്ത് വലിയ തോതിൽ മുന്നേറാൻ കഴിയും. കൽപ്പാത്തി രഥോത്സവം പാലക്കാടിന് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. ആ കൽപ്പാത്തി രഥോത്സവമൊക്കെ വിദേശികളടക്കം വരുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും സ്വകാര്യ ട്രാവൽ ഏജൻസികളുടെ പാക്കേജ് ടൂറായിട്ട് വരുന്ന ആളുകളാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൽപ്പാത്തി രഥോത്സവത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള യാതൊന്നും ചെയ്യുന്നില്ല. അത് ശരിക്കും കേരളത്തിന് പുറത്തും കൽപ്പാത്തി രഥോത്സവത്തിനെ വേണമെങ്കിൽ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരുപാട് സാധ്യതകൾ പാലക്കാട് ടൂറിസം രംഗത്തുണ്ട്. പൊതുവെ മാധ്യമങ്ങളിലടക്കം വരുന്നൊരു പേരാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അട്ടപ്പാടിയുടെ പിന്നോക്കാവസ്ഥ, അവിടുത്തെ ശിശുമരണങ്ങൾ, ഇതൊക്കെ വളരെയധികം ചർച്ചയായ ഒരു മേഖലയാണ് ഈ അട്ടപ്പാടി എന്ന് പറയുന്നത്. എന്തായിരിക്കും അട്ടപ്പാടിയിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പദ്ധതികൾ എന്തായിരിക്കും കൊണ്ടുവരാൻ കഴിയുക? അട്ടപ്പാടിയിൽ ഇത്രയും കാലം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരൊക്കെ ചെലവഴിച്ച തുക നോക്കിയാൽ അട്ടപ്പാടി ഒരുപക്ഷെ ന്യൂഡൽഹിയേക്കാളും മനോഹരമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റാൻ കഴിയുന്നു. അത്രയേറെ കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചു. പക്ഷേ അട്ടപ്പാടിയിലെ വനവാസി വിഭാഗത്തിന് ഇതിൻ്റെ ഗുണഫലം ലഭിച്ചിട്ടില്ല. ഇടനിലക്കാർ മുഴുവൻ ഇത് കരാറുകാരും രാഷ്ട്രീയ ലോബിയും ഇത് അടിച്ചു മാറ്റുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അവിടെ ഇന്നും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന വീടുകളും അവർ താമസിക്കുന്ന ഊരുകളിലേക്കുള്ള റോഡുകളും എല്ലാം കണ്ടാൽ ഈ പൈസ മുഴുവൻ എവിടെ പോയി എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അട്ടപ്പാടി, വയനാട് പോലെയുള്ള ആദിവാസി മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അവരുടെ ജീവിത രീതി മാറ്റുന്നതിനും ഉള്ള ഒരു പദ്ധതിയാണ്. 24,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതി അട്ടപ്പാടിയുടെ വികസനത്തിന് ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, കുടിവെള്ളം, അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള വീടുകൾ, അവരുടെ അരിവാൾ രോഗം, അട്ടപ്പാടിയിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നം അരിവാൾ രോഗമാണ്. അരിവാൾ രോഗത്തിനുള്ള പരിഹാരമായിട്ടുള്ള പദ്ധതികളും പ്രൊജക്റ്റുകളും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. അട്ടപ്പാടിയിലെ യുവതി യുവാക്കൾ +2ഉം ഡിഗ്രിയും കഴിഞ്ഞ് 100 കണക്കിന് ആദിവാസി യുവാക്കളാണ് ജോലി ലഭിക്കാതിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് സ്വന്തം നിലയിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരവും ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ പ്രൊജക്റ്റ് കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞാൽ അട്ടപ്പാടിയിലത്തെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് PM-ൻ്റെ പുതിയ പദ്ധതി. ആദിവാസി മേഖലകൾക്കായിട്ടുള്ള ഈ പുതിയ PM ജന്മൻ യോജന എന്നുള്ള ഈ പ്രൊജക്റ്റ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം മുൻനിർത്തിയാണല്ലോ NDA വോട്ട് പിടിക്കുന്നത്.
വോട്ട് തേടുന്നത്. അപ്പോൾ എന്താണ് പാലക്കാടിന് നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമായി വന്നാൽ? പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഇത്ര ഏറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ നടന്ന കാലഘട്ടമില്ല. 2004 മുതൽ 2014 വരെ UPA കേന്ദ്രം ഭരിച്ചു. 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിനുണ്ട്. പാലക്കാടിന് എന്താ ഒരു പദ്ധതി പോലും എടുത്തു പറയാൻ കഴിയില്ല. പക്ഷേ മോദി സർക്കാർ വന്ന ശേഷമാണ് ആദ്യ ബഡ്ജറ്റിൽ മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ബഡ്ജറ്റിലാണ് IIT പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന് IIT ഇല്ല എന്ന് പാലക്കാട്ടുകാരനായിട്ടുള്ള ശശി തരൂർ 2012 പറഞ്ഞതാണ്, HRD മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്. കേന്ദ്ര ഗവൺമെൻറ് ഇനി പുതിയ IIT-കൾ അനുവദിക്കില്ല, അതുകൊണ്ട് കേരളത്തിന് IIT ഇല്ല. പക്ഷേ മോദി സർക്കാർ വന്നിട്ട് ഒരു ജനപ്രതിനിധിയും ആവശ്യപ്പെടാതെ, ഒരു MP-യും ആവശ്യപ്പെടാതെ ആദ്യ ബഡ്ജറ്റിൽ IIT പ്രഖ്യാപിച്ചു. 1500 കോടി രൂപയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി IIT പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ IIT ടെക്നോളജി ഹബ്ബും പാലക്കാട് വന്നിട്ടുണ്ട്. 100 കോടി രൂപയുടെ IIT ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള IIT ടെക്നോളജി ഹബ്ബ്. ഈ വ്യവസായ മേഖലയിലത്തെ കേരളത്തിലെ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, അവർക്ക് ആവശ്യമായിട്ടുള്ള R&D, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് IIT ടെക്നോളജി ഹബ്ബും വന്നിട്ട്. അപ്പോൾ അത് രണ്ടിലും കൂടി തന്നെ 1600 കോടി രൂപയുടെ നിക്ഷേപം കേന്ദ്ര ഗവൺമെൻറ് വന്നു. ഇതിന് പുറമെയാണ് ദേശീയപാതയുടെ പൂർത്തീകരണം. വാളയാറ് വടക്കഞ്ചേരി ദേശീയപാത, വടക്കഞ്ചേരി ടു തൃശ്ശൂർ ദേശീയപാത പാതി വഴിയിലായിരുന്നു. വാജ്പേയി ഗവൺമെൻറ് 2004 പോയ ശേഷം അതിൻ്റെ നിർമ്മാണം നിലച്ചിരിക്കുകയായിരുന്നു, തുരങ്കത്തിൻ്റെ നിർമ്മാണം. മോദി ഗവൺമെൻറ് വന്നിട്ടാണ് ആ തുരങ്ക നിർമ്മാണം പൂർത്തീകരിക്കുന്നതും. ഇന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് 1 മണിക്കൂറിലെത്താൻ കഴിയുന്നു. 1.25-2 മണിക്കൂർ യാത്രാ സമയം ഉണ്ടായിരുന്നു. ഇന്ന് പാലക്കാട്ടുകാർക്ക് തൃശ്ശൂർ പോയി ജോലി ചെയ്ത് വരാനും അവിടെ വിവിധ ആവശ്യങ്ങൾക്ക് പോകാനും വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. പാലക്കാട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്ര പാർക്കിൽ ഫുഡ് പാർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് കാർഷിക ജില്ലയാണ്. മാങ്ങാ കർഷകരുണ്ട്, നെൽകർഷകരുണ്ട്, വാഴയ്ക്കായും പച്ചക്കറി എല്ലാം കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. വിവിധ തരത്തിലുള്ള വിളകൾ ചെയ്യുന്ന ആളുകൾ പാലക്കാടുണ്ട്. അവരെ സംബന്ധിച്ചോളം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇന്ന് ഫുഡ് പാർക്ക് മാറിയിരിക്കുക. യഥേഷ്ടം യൂണിറ്റുകൾ ഇന്ന് ഫുഡ് പാർക്കിൽ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ 50 കോടി രൂപയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് ഫുഡ് പാർക്ക് വന്നത്. ഒറ്റപ്പാലത്ത് ഡിഫൻസ് പാർക്ക്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ സൈനികർക്കുള്ള നൈറ്റ് വിഷൻ ഗ്ലാസ്, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഷൂസുകൾ, ഇത്തരത്തിലുള്ള സൈനികർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ, ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇന്ന് ഡിഫൻസ് പാർക്കിലുണ്ട്. 7 നഗരസഭകൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമൃത് 1.0-ലും അമൃത് 2.0-ലുമായിട്ട് 293 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി, മണ്ണാർക്കാട്, ചിറ്റൂർ 293 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ പാലക്കാട് നഗരത്തിന് അമൃത് 1.0-ൽ 221 കോടി, ബാക്കി എല്ലാ നഗരസഭകൾക്കും കൂടി 73 കോടി രൂപ അമൃത് 2.0-ൽ അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള പദ്ധതി, അഴുക്കുചാലുകളുടെ നവീകരണം, അതുപോലെ തന്നെ ജലാശയങ്ങളുടെ നവീകരണം, ഇതിനൊക്കെ ആയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് നഗരസഭയ്ക്ക് വീണ്ടും 20 കോടി രൂപ അവിടുത്തെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാനായിട്ട്. ഷൊർണൂർ നഗരസഭയ്ക്ക് ഭാരതപ്പുഴയുടെ സൗന്ദര്യവൽക്കരണത്തിനായിട്ട് 5 കോടി രൂപ, പട്ടാമ്പി നഗരസഭയിലെ തെരുവുവിളക്കുകൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളാക്കി മാറ്റാനായിട്ട് 6.5 കോടി രൂപ. അങ്ങനെ നിരവധി പദ്ധതികൾ പാലക്കാടിനായിട്ട് മോദി സർക്കാർ നൽകി. അതിനെല്ലാം പുറമെ ഇപ്പോൾ 10,000 കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് നിന്ന് കോഴിക്കോട് അവസാനിക്കുന്ന രീതിയിലുള്ള 6 വരി പാത, ദേശീയപാത പുതുതായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച് അതിൻ്റെ സ്ഥലമെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിനകം അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് പാലക്കാടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ ഒരു 4-4.5 മണിക്കൂർ വേണം, കാറിലായാലും ബസ്സിലായാലും. ആ ഹൈവേ പൂർത്തീകരിക്കപ്പെട്ടാൽ 1 മണിക്കൂറും 40 മിനിറ്റ് കൊണ്ട് പാലക്കാട് നിന്ന് കോഴിക്കോട് എത്താൻ കഴിയും. അപ്പോൾ പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ദിനംപ്രതി പോയി വരാം, യാത്രാക്ലേശം ഒഴിവാവുകയാണ്. വലിയ ഡെവലപ്മെൻറ്റാണ് ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ. ദേശീയപാത കടന്നു പോകുന്ന ഭാഗങ്ങളിൽ പാലക്കാട് ജില്ലയിൽ അത് മരുത റോഡ് തൊട്ട് ചന്ദ്രനഗർ അടുത്തുള്ള മരുത റോഡ് തൊട്ട് എടത്തനാട്ടുകര വരെയുള്ള പാലക്കാടിലെ ആ പ്രദേശങ്ങളിൽ വലിയ വികസനം, പാലക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള വികസനം ആ പ്രദേശങ്ങളിൽ വരും. കേരളത്തിന് പുറത്ത് സഖ്യമായും കേരളത്തിനകത്ത് പരസ്പരം മത്സരിച്ചുമാണ് താങ്കളുടെ എതിരാളികൾ ഇവിടെ മത്സരിക്കുന്നത്. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ആ പ്രതികരണം എന്താണ് ജനങ്ങളുടെ?
കേരളത്തിലെ ജനങ്ങൾ വളരെ ഒരു കോമഡി ഫിലിം കാണുന്നത് പോലെയാണ് ഇവർ തമ്മിലുള്ള മത്സരത്തെ കാണുന്നത്. വയനാട്ടിൽ ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു. ആനി രാജ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് യോഗ്യതയില്ല ഈ രാജ്യത്തെ നയിക്കാൻ. രാഹുൽ ഗാന്ധിക്ക് യോഗ്യതയില്ല, രാഹുൽ ഗാന്ധി ഒരു പരാജയമാണെന്ന് വയനാട്ടിലെ ലോക്സഭാ അംഗം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി പരാജയമാണെന്നുള്ള രീതിയിലാണ് അവിടെ ക്യാമ്പയിൻ നടത്തുന്നത്. അതേസമയത്ത് ആനി രാജയുടെ ഭർത്താവ് CPIയുടെ ദേശീയ സെക്രട്ടറി രാജ, അദ്ദേഹം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത്, രാഹുൽ ഗാന്ധിയാണ് യോഗ്യൻ. ഇത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണുന്നുണ്ട്, വയനാട്ടിലെ ജനങ്ങളും കാണുന്നുണ്ട്. ഇവരുടെ ഡബിൾ റോള് നേരിട്ട് മനസ്സിലാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം ഞങ്ങൾ വളയാറിനപ്പുറത്ത് പോയാൽ CPM വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ജനങ്ങൾ നമ്മളോട് പറയുന്നത് എന്തിനാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത്? രണ്ടാളുടെയും ലക്ഷ്യം ഒന്നാണ്, മോദിയെ താഴെ ഇറക്കുക, NDA പരാജയപ്പെടുത്തുക. അതിന് രണ്ടാൾ ജയിച്ചു പോയാലും ചെയ്യാൻ പോകുന്ന കാര്യം ഒന്നാണ്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കേണ്ട, രണ്ടാളുടെയും ലക്ഷ്യം ഒന്നാണല്ലോ, മോദിയെ പരാജയപ്പെടുത്തുക. 20 സീറ്റുണ്ട്, രണ്ടാളും തുല്യമായി പങ്കിട്ടെടുത്തുകൊണ്ട് മോദിക്കെതിരായിട്ടും NDAക്കെതിരായിട്ടും മത്സരിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇവർ രണ്ട് മുന്നണിയായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു. പക്ഷേ ഏറ്റവും അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ ത്രിപുരയിൽ ഇവർ ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചു. നേരത്തെ BJPയെ പരാജയപ്പെടുത്താനായിട്ട് രണ്ട് മുന്നണിയായിട്ട് ത്രിപുരയിൽ മത്സരിച്ചു, ബംഗാളിൽ മത്സരിച്ചു. ഇന്ന് ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇവർ ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അടുത്ത 2026 തെരഞ്ഞെടുപ്പിലും കേരളത്തിലും കാണാൻ പോകുന്നതാണ്. LDFും UDFും ഉണ്ടാവില്ല, രണ്ടാളും ചേർന്നുള്ള ഇന്ത്യ സഖ്യമായിരിക്കും കേരളത്തിലും BJPയെ എതിർക്കാൻ പോകുന്നത്. കാരണം BJP ആയിരിക്കും കേരളത്തിലെ പ്രധാന മുന്നണി. അപ്പോൾ പ്രധാനമായിട്ടും ഈ പാലക്കാടിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനുപരി പാലക്കാടിൻ്റെ ഒരു സാഹചര്യം, അവിടുത്തെ ജനങ്ങൾ, അതിനെപ്പറ്റി എന്താണ് പാലക്കാടുകാരനായ കൃഷ്ണകുമാറിന് പറയാനുള്ളത്? പാലക്കാട് ഒരു ഗ്രാമീണ സ്വഭാവമുള്ള ജില്ലയാണ്. കാർഷിക രംഗത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, അത്യാഗ്രഹം ഇല്ലാത്ത ആളുകൾ, അവർക്ക് സ്വന്തം ഒരുപാട് ആഗ്രഹങ്ങളില്ലാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് പാലക്കാട്. പാലക്കാട് പിന്നെ ഉത്സവങ്ങളുടെ നാട് കൂടിയാണ്. കൽപ്പാത്തി രഥോത്സവം പാലക്കാടുകാർ മാത്രമല്ല, കേരളത്തിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ഉത്സവം തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം. അത് കഴിഞ്ഞാൽ കാവശ്ശേരി പൂരമായാലും നെമ്മാറവേലയായാലും ചിനക്കത്തൂർ പൂരമായാലും പാലക്കാടിനെ സംബന്ധിച്ചോളം ഇത്തരം ഗ്രാമീണ ജനതയുടെ നിരവധി ഉത്സവങ്ങൾ പാലക്കാടുണ്ട്. പാലക്കാടിൻ്റെ ഭംഗി അതാണ്. ഇന്ന് കേരളത്തിലെ ലോകത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പാലക്കാടാണ്, കൊല്ലങ്കോടാണ്. നെന്മേനി എന്നുള്ള ആ പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പ്രദേശങ്ങളൊന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പാലക്കാടിൻ്റെ സിനിമാ രംഗത്തുള്ളവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ പാലക്കാടാണ്. അവരോട് ചോദിച്ചാൽ പറയും പാലക്കാട്ടുകാർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്, ശാന്തരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ സ്വഭാവത്തിലുള്ള സൗന്ദര്യം കൂടി അവരെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നു എന്ന് അവർ പറയാറുള്ളത്.